നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ രാഷ്ട്രീയം കളിക്കുന്നെന്ന ബിജെപിയുടെ വിമർശനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് രംഗത്ത്. വിമർശിക്കുമ്പോൾ പക്വത കാണിക്കണമെന്ന് ബിജെപി നേതാക്കളോട് വി.എസ്. സമ്പത്ത്. കമ്മീഷന് വ്യക്തികളെയോ പാർട്ടികളെയോ പേടിയില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകില്ലെന്ന് നരേന്ദ്രമോദി. വി.എം. സുധീരനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് ഷാനിമോൾ ഉസ്മാൻ. മദ്യലോബിയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം തിരുത്തിയില്ലെങ്കിൽ സുധീരനെ ഒരിഞ്ച് നീങ്ങാൻ സമ്മതിക്കില്ലെന്ന് വെല്ലുവിളി. ഷാനിമോൾ മദ്യലോബിയുടെ ആളെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് ജോസഫ് വാഴക്കൻ. സംസ്ഥാനത്ത് കനത്ത മഴ, 3 പേർ മരിച്ചു. തീവണ്ടി ഗതാഗതം താറുമാറായി. കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിനും സാധ്യത. മഴക്കെടുതി നേരിടാൻ 110 കോടിയുടെ കേന്ദ്ര സഹായം തേടി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷത്തിന്റെ ധനസഹായം. സംസ്ഥാന സർക്കാരിന്റെ 676 ദിവസത്തെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. പരാതി കേൾക്കൽ അവകാശമാക്കും. പ്രധാന പദ്ധതികൾക്ക് നവരത്ന പാക്കേജ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ബിൽ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. ബിജെപിയുടെയും നരേന്ദ്രമോദിയുടെയും വിമർശനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ മറുപടി. കടമ നിർവഹിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വ്യക്തിയെയും ഭയക്കുന്നില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി.എസ്. സമ്പത്ത് പറഞ്ഞു. കമ്മീഷനെ വിമർശിക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ പക്വത കാണിക്കണമെന്നും 63 വർഷമായി രാജ്യത്ത് സ്വതന്ത്രവും നിർഭയവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ റാലിക്ക് അനുമതി നൽകാത്തതിനെതിരെ ബിജെപി നടത്തുന്ന വിമർശനങ്ങളോട് വളരെ ശക്തമായ ഭാഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത്. ബിജെപി ഉന്നയിച്ച ആരോപണങ്ങൾ നിരാശാജനകമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി.എസ്. സമ്പത്ത് വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. കമ്മീഷൻ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് എനിവൺ, എനി പൊളിറ്റിക്കൽ പാർട്ടി or any entity in discharging its duties. It has always been discharging in a very forthright manner. നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പാലിക്കുന്നതിൽ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും കമ്മീഷനെ വിമർശിക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ പക്വത കാണിക്കണമെന്നും വി.എസ്. സമ്പത്ത് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാലാണ് മോദിയുടെ റാലിക്ക് ജില്ലാ വരണാധികാരി അനുമതി നിഷേധിച്ചത്. തീരുമാനം മാറ്റേണ്ടതോ വരണാധികാരിക്കെതിരെ നടപടിയെടുക്കേണ്ടതോ ആയ ഒരു സാഹചര്യവും കമ്മീഷന് മുന്നിലില്ല. പ്രചാരണത്തിന് അനുമതിക്കുള്ള അപേക്ഷ നൽകുമ്പോൾ കൃത്യമായ കാലാവധിക്കുള്ളിൽ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ സുതാര്യതയോടെ നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. 63 വർഷമായി സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും ഇന്ന് ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓർമ്മിപ്പിച്ചു. There shall never be a situation or occasion where Commission will deviate from neutrality, and we dismiss all allegations of sweeping statements about Commission's lack of neutrality. രാഹുൽ ഗാന്ധി ബൂത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിച്ചുവെന്ന പരാതിയിൽ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വി.എസ്. സമ്പത്ത് വ്യക്തമാക്കി. റാലിക്ക് അനുമതി നൽകാനാവില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ജെയ്റ്റ്ലിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മീഡിയ 1, ഡൽഹി. കോൺഗ്രസ് നേതാവ് ശ്രീ എം ലിജു ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. ബി.ജെ.പി നേതാവ് ശ്രീ പി.എസ്. ശ്രീധരൻപിള്ള കോഴിക്കോട് സ്റ്റുഡിയോയിൽ. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ എം ജി രാധാകൃഷ്ണനും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി.ഡി.ടി. ആചാരി ടെലഫോണിലൂടെയും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ ശ്രീധരൻപിള്ള, വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ വാർത്താസമ്മേളനം നടത്തുന്ന അസാധാരണമായ നടപടിയിലേക്ക്, അത്രയ്ക്ക് സാധാരണമല്ലാത്ത നടപടിയിലേക്ക് ശക്തമായി സ്വയം ന്യായീകരിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലേക്ക് എത്തിച്ചു ബി.ജെ.പി. ആ സുപ്രധാനമായ ഭരണഘടനാ സംവിധാനത്തെ ആക്ഷേപിക്കും വിധത്തിലായിപ്പോയോ ബി.ജെ.പിയുടെ പരാമർശങ്ങൾ? ഒരിക്കലുമല്ല. കാരണം എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വിധി പ്രഖ്യാപനം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശം. എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ലംഘനമുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതിയാണ്, അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചാൽ പറയാൻ പൗരന് അവകാശമുണ്ട്. ഭരണഘടനയ്ക്ക് അപ്പുറത്തല്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞത് വിമർശനം ഇതൊക്കെ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തെറ്റാണെങ്കിൽ, ജുഡീഷ്യറിയുടെ പരാമർശങ്ങൾ തെറ്റാണെങ്കിൽ, ലെജിസ്ലേച്ചർ അതിന് വിട്ടാൽ ഇതെല്ലാം പറയാനുള്ള പരമാധികാരം ജനങ്ങൾക്ക് നൽകിയ ഒരു ഭരണഘടന, ആ ഭരണഘടനയുടെ കീഴിൽ അവകാശമുണ്ട്. അതിൽ അദ്ദേഹം ഉടനെ തന്നെ ആരെയും ഭയപ്പെടുന്നില്ല. ഭയപ്പെടുന്നതെന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഒരു കുറ്റബോധം കൊണ്ടല്ലേ. അതിൻ്റെ ആവശ്യമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയിട്ട് ആരെയും ഭയപ്പെടുന്നത് പറയേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രോസസ് നടക്കുകയാണ്.
അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെ പേരിൽ FIR ഇട്ടല്ലോ. ഒന്ന് നരേന്ദ്രമോദി, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, അത് അദ്ദേഹം ഫേസ് ചെയ്യട്ടെ. രണ്ടാമത് ആന്ധ്രാപ്രദേശിൽ എന്താ ചെയ്തത്? പുറത്തു വന്ന ശേഷം ഞാൻ ചെയ്തത് ഇന്ന പാർട്ടിക്കാണെന്ന് പറഞ്ഞു പോയി. സാങ്കേതികമായി തെറ്റായിരിക്കാം. FIR ഇട്ടില്ലേ ചന്ദ്രബാബു നായിഡു എതിരായിട്ട്? ഇതാ എല്ലാ മീഡിയകളിലും കണ്ടിരിക്കുന്നു. വോട്ടിംഗ് യന്ത്രത്തിനകത്ത് പ്രത്യേകമായുള്ള സ്ക്രീനിന് അകത്ത് കടന്നു ചെന്ന് വേറൊരാളെയും കൂട്ടിച്ചെന്ന് അവിടെ നിന്നിട്ട് കാര്യങ്ങൾ കണ്ടതിൻ്റെ ഫോട്ടോ വന്നിട്ട് ഇന്ന് വരെ ഒരു FIR ഇടാനുള്ള ധൈര്യം ഉണ്ടായോ? അതുകൊണ്ടാണ് പക്ഷപാതപരാന്ന് പറയുന്നത്. അതെന്താ? യുവരാജാവാണ്. നോ കിങ് ക്യാൻ ഡു റോങ്. അതുകൊണ്ട് യുവരാജകുമാരനാണ്, അദ്ദേഹത്തിനെതിരെ കേസില്ല. ഈ പക്ഷപാതത്തിനെതിരെ പറയാൻ അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ വലിയ കൊമ്പൊന്നുമുള്ള സ്ഥാപനമൊന്നുമല്ല. അദ്ദേഹം നിഷ്പക്ഷമായിട്ട് ചെയ്യട്ടെ. ചെയ്യുന്നതിന് നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടനയാണ് പരമാധികാരമുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തെരഞ്ഞെടുപ്പ് റാലി അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ പറ്റി റിപ്പോർട്ട് തന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ ആരും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ്, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരാളുടെ റിപ്പോർട്ട് പരമമാണെന്ന് പറഞ്ഞാൽ അവിടെ അനീതിയല്ലേ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത്? കാരണം 48 മണിക്കൂർ മുമ്പ് 3 അപേക്ഷ കൊടുത്തു. 3 അപേക്ഷയിൽ ഒന്ന് ഗംഗാസ്നാനവും അതുപോലെ ആരതിയും കാര്യങ്ങളും, രണ്ടാമത്തേത് സ്പെഷ്യലായ ആൾക്കാരെ വിളിച്ചു കൂട്ടണം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പെർമിഷൻ തരുന്ന 4 മണിയുടെ പരിപാടിക്ക്. അതിനുശേഷം ഏറ്റവും വലിയ റാലി എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലോ തീവ്രവാദികൾ തട്ടിക്കൊണ്ട് പോകും, തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കില്ല, അവിടെ റാലി നടത്താൻ അനുവാദം കൊടുക്കാം. BJPക്ക് മാത്രം അനുമതി നിഷേധിക്കുന്നു. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? 2000 പേർക്ക് ഇരിക്കാവുന്ന എന്നിട്ട് പറയണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഒരാളിന് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്? അതുകൊണ്ട് പക്ഷപാതപരമാണെന്ന് പറഞ്ഞ കാര്യം 100% ശരിയാണ്. അദ്ദേഹത്തിന് കേസെടുക്കാം. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു സനീഷ്, കാരണം ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പറഞ്ഞില്ലേ, ശശി തരൂരിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ, ഞാൻ അവിടെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അവരോട്, കറാച്ചിക്കാരിയായ ഒരു ലേഡി രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അപകടമാണെന്ന് അദ്ദേഹത്തിൻ്റെ മരിച്ച ഭാര്യ പറഞ്ഞിരിക്കുന്നു, അന്വേഷണം നടത്തണം, അതിൻ്റെ പേര് കേസെടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇതിനെപ്പറ്റി ഞാൻ ഉത്തരവാദിത്തപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഭരണഘടനയ്ക്ക് മുകളിലല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഭരണഘടനയ്ക്ക് മുകളിലല്ല ഇന്ത്യയിലെ ജുഡീഷ്യറി. എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ അധികാരങ്ങളെ സംബന്ധിച്ച് ബോധം ഉണ്ടാകണം, നിഷ്പക്ഷമായിരിക്കണം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം ലിജു, വാരണാസി മണ്ഡലത്തിൽ തന്നെ നരേന്ദ്രമോദി അല്പസമയം മുമ്പ് പ്രസംഗിച്ചു. കോൺഗ്രസിനോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവുകയില്ല എന്നാണ്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയ കോൺഗ്രസിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മോശം കളികൾ കളിക്കുന്നത് എന്നതാണ് ആക്ഷേപം. അങ്ങനെ ആക്ഷേപം കേൾക്കേണ്ടുന്ന തരത്തിലുള്ള ശരിയല്ലാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായോ? കഴിഞ്ഞ 10 വർഷക്കാലമായി തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായം കൊണ്ടാണെന്ന് BJP നേതാവ് ശ്രീ നരേന്ദ്രമോദി പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള അടുത്ത 5 വർഷക്കാലത്ത് ഇന്ത്യ ഭരിക്കാനുള്ള മാൻഡേറ്റ് കിട്ടുന്നതിന് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായമൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ഈ സംഭവവികാസങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നേരത്തെ ബഹുമാന്യ ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞു, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു റിപ്പോർട്ട് നൽകിയതുകൊണ്ട് ഞങ്ങൾ ആ റിപ്പോർട്ട് കണക്കിലെടുത്ത് റാലിക്കുള്ള അവസരം നിഷേധിച്ചു. അതുകൊണ്ട് ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അഭിപ്രായം മാത്രമാണോ അന്തിമമെന്ന് അദ്ദേഹം ചോദിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അഭിപ്രായം വാങ്ങിക്കൊണ്ടത് കൊണ്ട് മാത്രമല്ല ഞങ്ങൾ അനുമതി നിഷേധിച്ചത്. ഞങ്ങൾ BJP റാലി നടത്തണം എന്ന് ആവശ്യപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച് സെക്യൂരിറ്റി അവിടുത്തെ കാരണങ്ങളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോടും DGPയോടും റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാനമായ റിപ്പോർട്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ സ്ഥലത്ത് റാലി നടത്താൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നടന്നത് എന്താ? മെയ് 6-ാം തീയതി BJPക്ക് റാലി നടത്താൻ അനുവദിച്ച സ്ഥലത്തു നിന്നും സ്ഥലം മാറ്റി വേറെ സ്ഥലം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. 7-ാം തീയതി പുതിയ സ്ഥലം അനുവദിച്ചപ്പോൾ BJP പറഞ്ഞു അതും പറ്റില്ല, ഞങ്ങൾക്ക് വേറെ സ്ഥലം വേണം. സ്വാഭാവികമായിട്ടും അത്തരം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ BJPയുടെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ബാധ്യതയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും DGPയും ചീഫ് സെക്രട്ടറിയും ഒക്കെ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്ഥലം യോജിച്ചതല്ല എന്ന് പറയുമ്പോൾ അതിനെ പോസിറ്റീവായി കാണുന്നതിന് പകരം പരാജയ ഭീതി നിമിത്തം അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ BJP ശ്രമിക്കുന്നത്. BJP ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. വാരണാസിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടാൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടൽ കൊണ്ടാണ്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാരണാസിയിൽ കടുത്ത മത്സരം നേരിടുന്നുണ്ട്.
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അജയ് റായും ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളും കടുത്ത മത്സരം നരേന്ദ്രമോദിക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മുരളി മനോഹർ ജോഷിയെ വാരണാസിയിൽ നിന്നും മാറ്റിയതോടെ BJPയുടെ വലിയൊരു ശതമാനം പ്രവർത്തകർ നരേന്ദ്രമോദിക്കെതിരായി അവിടെ വലിയ അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് പ്രവർത്തകരെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആവശ്യമായ ഒരു തന്ത്രമാണ് അടിയുണ്ടാക്കി സംഘർഷം സൃഷ്ടിച്ച് അവരുടെ പ്രവർത്തകരെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ജോഷിയുടെയും മോഡിയുടെയും പേരിൽ വിഭജിച്ച് നിൽക്കുന്ന BJP പ്രവർത്തകരെ ഇലക്ഷൻ കമ്മീഷൻ്റെ പേരിൽ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗിമ്മിക്കിനപ്പുറത്ത് ഇതിനപ്പുറത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അംഗീകരിക്കുന്നു, ഇലക്ഷൻ കമ്മീഷനെതിരെ സമരം ചെയ്യുന്നതിനോ പ്രക്ഷോഭം നടത്തുന്നതിനോ തെറ്റൊന്നുമില്ല. പക്ഷേ അനാവശ്യമായി ഇന്ത്യയിലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കഴിഞ്ഞ 63 വർഷക്കാലം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതിൻ്റെ സാങ്കത്യത്തെ, അതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട്, അതിൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്ത് നടക്കുന്ന ഈ നാടകം ഒരിക്കലും ശരിയല്ല എന്നാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ ലിജു, താങ്കളിലേക്ക്. ശ്രീ MG രാധാകൃഷ്ണൻ, BJPയോട് അനീതി കാട്ടി കോൺഗ്രസിനെ വിജയിപ്പിക്കാനായുള്ള അനീതിയുള്ള പ്രവൃത്തികൾ ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് BJPയുടെ ആക്ഷേപം. അതുകൊണ്ടാണ് അത്രക്ക് സാധാരണമല്ലാത്ത വിധം കടുത്ത വാക്കുകൾ കൊണ്ട് മോദിക്കും അമിത്ഷായ്ക്കും അരുൺ ജെയ്റ്റ്ലിക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കേണ്ടി വന്നത് എന്ന്. ആരോടാണ് അനീതി കാട്ടിയത്? കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കെതിരെ അനീതിയുള്ള നടപടികൾ സ്വീകരിച്ചോ, അല്ലെങ്കിൽ ഈ മോശം വാക്കുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓടാണ് BJP അനീതി കാട്ടിയത് എന്നതിൽ ഏത് ഭാഗത്താണ് താങ്കൾ? അല്ല, വാസ്തവത്തിൽ BJPയും നരേന്ദ്രമോദിയും അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല. അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എത്രയോ അഹങ്കാരത്തോടെയാണ് അവർ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള, ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന് നേരെ നടത്തുന്ന ഈ ഭീകരമായിട്ടുള്ള ആക്രമണം എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല ഭയപ്പെടുത്തുക പോലും ചെയ്യുന്നു. എന്തിനും ശ്രീ PS ശ്രീധരൻപിള്ളയെ പോലെയുള്ള താരതമ്യേന സൗമ്യനായിട്ടുള്ള ഒരു നേതാവ് പോലും എത്ര ഒരു എന്താ പറയുക അസഹിഷ്ണുതയോടെയാണ് അദ്ദേഹം ഈ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത് നോക്കൂ. ഇലക്ഷൻ കമ്മീഷന് കൊമ്പുണ്ടോ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആരാണ് ഇതിനെപ്പറ്റി പറയാൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് വളരെ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഇത് ഒന്നല്ലല്ലോ, 1-2 തവണയായി. ഇപ്പോൾ നേരത്തെ ഇലക്ഷൻ സിമ്പിളിൻ്റെ കാര്യം നിയമവിരുദ്ധമായി അദ്ദേഹം സിമ്പിൾ ഉയർത്തി കാണിച്ചതിന് ഇലക്ഷൻ കമ്മീഷൻ FIR എടുത്തു എന്നുള്ളത് ശരിയാണ്. FIR എടുത്തത് മാത്രമല്ല, അതിനെതിരെ ഇലക്ഷൻ കമ്മീഷനെതിരെ നിരന്തരമായി അദ്ദേഹം പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി അത് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചില പരിശുദ്ധിയുണ്ട്, ചില പവിത്രതകളുണ്ട്, ചില മര്യാദകളുണ്ട്. അവിടെ ഏറ്റവും താണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പോലും വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോലും ഒരു പോളിംഗ് ഓഫീസറിന് പോലും എഴുന്നേറ്റ് നിൽക്കുക പോലും വേണ്ട. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഈ ജനങ്ങളും ഭരണഘടനയും നിയമവും അർപ്പിച്ച അധികാരമാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുള്ളത്. അദ്ദേഹം അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അവിടെ നടത്തരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റുള്ളവർക്ക് നടത്താൻ അനുവദിച്ചിരുന്നു. ഗംഗ ആരാധിക്കുന്നു, ആരുടെ അനുമതിയൊന്നും വേണ്ട. അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു വൈകാരിക പ്രശ്നം, ഗംഗാമായോട് അദ്ദേഹം മാപ്പ് പറയുന്നു, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വികാരമിളക്കിക്കൊണ്ടുള്ള ഈ തരത്തിലുള്ള ഒരുതരം പ്രസംഗങ്ങളും പ്രകടനങ്ങളും വാസ്തവത്തിൽ അടിസ്ഥാനപരമായി ഈ ഇന്ത്യൻ ഭരണഘടനയുടെയും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെയും ആധാരശിലകളെ ചോദ്യം ചെയ്യാനും ഒരു മടി കൂടെ ഇല്ലാതെ ലംഘിക്കാനുമുള്ള ഇവരുടെ പൊട്ടൻഷ്യൽ, ഇവരുടെ BJPയുടെ സാധ്യത ഒന്നും കൂടി വെളിപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായി 2ാം തവണ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇത് മതമൗലികവാദം ജനാധിപത്യത്തിലേക്ക് കടക്കുമ്പോൾ സ്വീകരിക്കുന്ന 2 സമീപനങ്ങളുണ്ട്. ഇരട്ടമുഖം, ഒരിടത്ത് വളരെ മര്യാദയോടെ സംസാരിക്കുന്നു എന്നുള്ള മട്ട് കാണിക്കും, അതിന് തൊട്ടപ്പുറത്ത് അവസരം കിട്ടുമ്പോഴെല്ലാം അതിനെ അതിലംഘിക്കാൻ ഒരു മടിയും കാണിക്കാത്ത തരത്തിലുള്ള ഒരു ഇരട്ടമുഖം ആണ് BJPയിൽ ഇപ്പോൾ കാണുന്നത്. ഇത് വലിയ അപകടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾക്ക് മനസ്സിലാകാത്തതല്ല അത്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. വാരണാസിയിൽ അദ്ദേഹം നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ അവിധം ആ സ്ഥലത്ത്